നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ അടിയൊന്നും ഉണ്ടായിട്ടില്ല. അറിയാതെ മേശയിൽ തട്ടി തൻ്റെ നെറ്റി മുറിഞ്ഞതാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഫെഡെ വാൽവെർദെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നീണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത്, ഇന്നലെ പരിശീലനത്തിനിടെ ഒരു സഹതാരവുമായി എനിക്ക് ചെറിയൊരു തർക്കമുണ്ടായി. മത്സരങ്ങളുടെ ക്ഷീണവും നിരാശയും കാരണം ആ സംഭവത്തെ എല്ലാവരും അനാവശ്യമായി വലുതാക്കി കാണിക്കുകയാണ് ചെയ്തത്. ഒരു സാധാരണ ഡ്രസ്സിംഗ് റൂമിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അവ സാധാരണയായി അതിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടാറാണ്. എന്നാൽ ഇതെങ്ങനെയോ ലീക്കാവുന്നുണ്ട്. തീർച്ചയായും ഇവിടെ ആരോ ഒരാൾ എല്ലാം ലീക്കാക്കി കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കിരീടങ്ങളില്ലാത്തൊരു സീസൺ ആയതിനാലാവും, റയൽ മാഡ്രിഡ് എപ്പോഴും നിരീക്ഷണത്തിലാണ് എന്നതിനാലും എല്ലാം പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. തർക്കത്തിനിടയിൽ ഞാൻ അറിയാതെ ഒരു മേശയിൽ തട്ടുകയും അതിൻ്റെ ഫലമായി നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ടാവുകയും ചെയ്തു. ഇതിനായി ആശുപത്രിയിൽ പോയി ഒരു റൂട്ടീൻ പരിശോധന നടത്തേണ്ടി വന്നു. അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യാതൊരു സാഹചര്യത്തിലും എൻ്റെ സഹതാരം എന്നെ അടിച്ചിട്ടില്ല, ഞാനും അദ്ദേഹത്തെ അടിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നോ ഇത് ബോധപൂർവം ചെയ്തതാണെന്നോ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സീസണിൻ്റെ അവസാനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഷ്ടപ്പെടുന്ന ഞങ്ങളിൽ ചിലരുടെ നിരാശയും എൻ്റെ ദേഷ്യവും ഒരു സഹതാരവുമായി തർക്കിക്കുന്നതിലേക്ക് എന്നെ നയിച്ചു. ഞാൻ ക്ഷമയോദിക്കുന്നു. എനിക്കിതിൽ വലിയ ദുഃഖമുണ്ട്. റയൽ മാഡ്രിഡ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതിനാൽ എനിക്ക് ഇതിനോട് നിസ്സംഗത കാണിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളുടെയും സമ്മർദ്ദമൊടുവിൽ അനാവശ്യമായൊരു വഴക്കിൽ കലാശിച്ചു. ഇത് എൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുകയും അനാവശ്യമായ കഥകൾക്കും അപവാദങ്ങൾക്കും വഴിമരുന്നിടുകയും ചെയ്തു. മൈതാനത്തിന് പുറത്തുള്ള എന്തഭിപ്രായ വ്യത്യാസങ്ങളും മൈതാനത്ത് അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്ലബിനെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ ഞാനായിരിക്കും മുന്നിൽ. സീസൺ അവസാനിക്കുന്നത് വരെ ഞാൻ സംസാരിക്കേണ്ട എന്ന് കരുതിയതാണ്. ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. എൻ്റെ ദേഷ്യവും അമർഷവും ഞാൻ ഉള്ളിലൊതുക്കി. ഞങ്ങൾ മറ്റൊരു വർഷം കൂടി പാഴാക്കി. കളിക്കളത്തിൽ മാത്രം എൻ്റെ സാന്നിധ്യം അറിയിച്ചാൽ മതി എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് വലിയ വേദന തോന്നുന്നത്. മെഡിക്കൽ നിർദ്ദേശങ്ങൾ കാരണം അടുത്ത മത്സരം കളിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എപ്പോഴും എൻ്റെ പരമാവധി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് സാധിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ക്ലബും സഹതാരങ്ങളും എടുക്കുന്ന ഏത് തീരുമാനവുമായും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാൽവെർദെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് താനും ഷോമനിയും തമ്മിൽ അടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തർക്കം ഉണ്ടായപ്പോൾ അറിയാതെ മേശയിൽ എൻ്റെ നെറ്റി തട്ടി മുറിവ് പറ്റിയതാണ്. അതിനാണ് ഇവന്മാരിങ്ങനെ അടി ഉണ്ടാക്കി എൻ്റെ ബോധം പോയി എന്നൊക്കെ പറയുന്നതെന്നാണ് ഇപ്പോൾ വാൽവെർദെ പറയുന്നത്. പക്ഷേ അപ്പോൾ റയൽ മാഡ്രിഡ് ഇങ്ങനെ ഒരാൾ കാല് വഴുതി മേശയിൽ തട്ടിയാലൊക്കെ ഡിസിപ്ലിനറി ആക്ഷന് വേണ്ടി അന്വേഷണം പ്രഖ്യാപിക്കുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.